കോഴിക്കോട് കടപ്പുറത്ത് സുഡാപ്പികൾ പലപ്പോഴായിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകളും സംഘടിപ്പിക്കാറുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായിട്ട് പല ഘട്ടങ്ങളിലും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ടൊരു പരിപാടി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുകയാണ്. ഹമാസ് ഭീകരവാദികൾക്ക് പ്രാർത്ഥന നടത്തിക്കൊണ്ട് സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, ഹമാസിന്റെ മരണപ്പെട്ടു പോയിട്ടുള്ള പല നേതാക്കന്മാര്, യഹ്യ സിൻവർ അടക്കമുള്ള പലരുണ്ട്. ഈ യഹ്യ സിൻവർ അടക്കമുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്തായിരുന്നു? ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ ഗാസ എന്ന് പറയുന്ന പ്രദേശത്തും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പല പ്രദേശങ്ങളിലും ഇവന്മാരെന്താണ് ചെയ്തിരുന്നത്? എന്തായിരുന്നു ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം? ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ഹമാസിന്റെ നേതാക്കന്മാരെന്നെ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ ലക്ഷ്യം മാത്രമാണ് ഇസ്രയേൽ എന്നും ലോകം മുഴുവൻ അവരുടേതായിട്ടുള്ള നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ ഈശ്വരീയ സങ്കല്പത്തിന്റെ നിയമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും, ലോകം മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കും, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങൾ ഈശ്വരന്റെ പോരാളികളാണ് എന്നുള്ള രീതിയിലേക്കാണ്, ഇവന്മാർ ദൈവത്തിന്റെ പോരാളികളാണ് എന്നുള്ള രീതിയിലേക്കാണ് സ്വയം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ഈ ദൈവത്തിന്റെ പോരാളികൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ട് നമ്മൾ കാണേണ്ടത്. ജൂത സ്ത്രീകളെ പീഡിപ്പിക്കുക, അവരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുക, അതോടൊപ്പം തന്നെ ജൂത സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുക, കൂട്ടത്തിൽ ജൂതന്മാരെ പൂർണ്ണമായിട്ടും ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക. ഈ ഒരു നയം ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാത്ത കാര്യമല്ല. 2023 ഒക്ടോബർ മാസം 27-ാം തീയതി ഇവന്മാര് ചെയ്തൊരു കാര്യം നമ്മളിത് മനസ്സിലാക്കണം. ഇതാരും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കരമാർഗവും കടൽ മാർഗവും ആകാശമാർഗവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അവർ അതിർത്തി ലംഘിച്ചുകൊണ്ട് ഇവര് ഒരു ഭീകരവാദ രീതിയിൽ തന്നെയുള്ള, അല്ലെങ്കിൽ ഭീകരവാദ രീതി എന്നുള്ളതല്ല, ഒരു ഭീകരാക്രമണമാണ് ഇവർ നടത്തിയത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക എന്നുള്ള ഇവരുടെ നിലപാട്. കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ മുന്നിൽ കിട്ടിയ ജൂതന്മാരെ മുഴുവൻ ഇവന്മാർ വെടിവെച്ച് കൊന്നു, മറ്റുള്ളവരെ വെട്ടിയും കുത്തിയും സ്ത്രീകളെ കൈകാലുകൾ വരെ തല്ലി ഒടിച്ചുകൊണ്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുക, ശാരീരികമായിട്ട് ബന്ധപ്പെടുക, അതിന്റെ വീഡിയോകൾ പ്രചരിപ്പിക്കുക, കുട്ടികളെ അടക്കം ഇല്ലായ്മ ചെയ്യുക, കുട്ടികളടക്കം കൊന്നുകളയുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീകരവാദ കൂട്ടം. ഈ ഭീകരവാദ കൂട്ടത്തിന്റെ നേതാക്കന്മാർക്ക് പ്രാർത്ഥന ചൊല്ലുന്ന ഒരു സ്വഭാവമായിട്ട് ഇപ്പോൾ സോളിഡാരിറ്റി വന്നിരിക്കുകയാണ്. എന്താണ് ഇവന്മാരുടെ ലക്ഷ്യം? ആരാണ് ഇവർക്ക് ഈ പ്രചോദനം? എവിടെ നിന്നാണ് ഇവർക്ക് ഇതിന് ലഭിക്കുന്ന ധൈര്യം? എന്താണ് ഇവരിത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം? നമ്മുടെ നാട്ടിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇതിനെതിരെ നടപടിയെടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാകില്ല. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് അവരിപ്പോ തകരം തരിപ്പണമായി താഴോട്ട് പോയിരിക്കുകയാണ്. എന്നാലും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ അടക്കം ഒരാളും ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്ന സമയത്ത് ഹമാസിന് അനുകൂലമായിട്ട് നടത്തുന്ന പ്രോഗ്രാം ആണെങ്കിൽ ഒരു നടപടിയും എടുക്കില്ല. ഇപ്പൊ പാലസ്തീനിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഹമാസിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ സഹിതം നിരത്ത് വെച്ചിട്ടാണ് ഇവർ ഈ ഭീകരവാദ കൂട്ടങ്ങൾക്ക് വലിയ തരത്തിൽ പ്രാർത്ഥന നടത്തിയിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന കൊച്ചു കേരളത്തിൽ എത്രത്തോളം വലിയ രീതിയിൽ ഇവരുടെ മാനസികാവസ്ഥ മാറിപ്പോയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം. ഇവിടുത്തെ മതേതരത്വം അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ള ജനാധിപത്യ വിശ്വാസികൾ എത്രയും പെട്ടെന്ന് ഇതുപോലെയുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നമ്മുടെ നാട്ടിൽ അടിസ്ഥാനപരമായിട്ട് ആദ്യം വരേണ്ടത് ഇവിടുത്തെ ഒരു ഭരണമാറ്റം എന്നുള്ളതാണ്. CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും നമ്മുടെ നാട്ടിൽ സുഡാപ്പി ഭീകരന്മാർ ഇവിടെ അഴിഞ്ഞാടാനുള്ള എല്ലാ തരത്തിലുമുള്ള സാഹചര്യങ്ങളും സാധ്യതയുമുണ്ട്. ഒരു രീതിയിലും ഭീകരവാദികൾക്ക് ഇവിടെ നിലനിന്ന് പോകാതെ അവർക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഭീകരവാദ സ്വഭാവത്തോടു കൂടി അല്ലാതെ ഈ കൂട്ടങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും അടക്കമുള്ള നേതാക്കന്മാർ ഇങ്ങനെയുള്ള ഹമാസ് ഭീകരവാദികൾക്ക് ഇവിടെ രക്തസാക്ഷിത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഇവന്മാർക്ക് പ്രാർത്ഥന സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്താണ് ഇവരുടെ ഒരു അടിസ്ഥാനം? എന്ത് മേന്മയാണ്, എന്ത് നന്മയാണ് ലോകത്തിന് ഈ ഹമാസ് ചെയ്തിട്ടുള്ളത്? ലോകം മുഴുവൻ ഇവരുടേതായിട്ടുള്ള നിലപാടുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുക, ഹമാസ് അല്ലെങ്കിൽ ഹമാസിന്റെ അപ്പൻ വന്നാലും ശരി ഒരു രീതിയിലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇനി ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും ഗാസയിൽ അവന്മാര് വലിയ രീതിയിൽ അടിച്ച് കയറി നശിപ്പിച്ച് പൂർണ്ണമാക്കി പൊളിച്ചടക്കി വെച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒക്ടോബർ 7-ാം തീയതി ഇവന്മാരുണ്ടാക്കിയത് 2023. അപ്പോൾ ഇതിനൊരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രതികരണം ഇസ്രായേൽ നടത്തുമ്പോൾ അത് കേവലം
ഒരു യുദ്ധം കൊണ്ട് അവസാനിക്കുകയല്ല, ഗാസ പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കാനുള്ള നിലപാടിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ കോമൺ സെൻസ് പോലും സുഡാപ്പികൾക്കില്ല. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ശത്രുക്കൾ എന്നുള്ള തരത്തിൽ മാത്രമാണ് കാണുന്നത്. ഇസ്രയേൽ ഒരു ശത്രുവാണ്. ഹമാസ് തീവ്രവാദം നടത്തിയാലും സ്ഫോടനം നടത്തിയാലും ഇവിടെ ആരെ കൊന്നാലും ഏത് ലോകത്തിൽ ഏത് രാജ്യത്തിന് ഭീഷണിയായാലും ഒന്നും ഇവർക്ക് പ്രശ്നമില്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താൻ വേണ്ടി പാകിസ്ഥാനിൽ ഇവന്മാരൊരു വലിയ തരത്തിലൊരു സംവിധാനമൊക്കെ ഒരുക്കി ഒരു സമ്മേളനം, ഭീകരവാദികളുടെ സമ്മേളനം നടത്തി. അതിൽ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹമാസിന്റെ നേതാക്കന്മാരെല്ലാവരും കൂടി സംയുക്തമായിട്ട് നടത്തിയതാണ്. ഈ സംയുക്തമായിട്ട് നടത്തിയ പരിപാടി എന്തിനു വേണ്ടിയിട്ടാണ് ഹമാസ് നടത്തിയത്? ഹമാസിന്റെ ലക്ഷ്യം എന്താണ്? ഹമാസ് ഭീകരവാദ കൂട്ടങ്ങൾക്കൊപ്പം തന്നെയുള്ള ഒരു വലിയ ഭീകരവാദ സംഘടന, പാലസ്തീനിലെ ഭീകരവാദ സംഘടന എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾക്കിതിനെ ഒരു സമയങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നുള്ളൂ. ഇപ്പൊ പാലസ്തീന് പുറത്തേക്ക് വന്ന അവരുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുന്നു. കാരണം ഞങ്ങളുടെ പോരാട്ട വീര്യം പാലസ്തീനിൽ മാത്രം നിലകൊള്ളേണ്ടതല്ല എന്നുള്ളതാണ്. കാരണം ഗാസയിലും പാലസ്തീനിലും ഇനിവന്മാർക്ക് നിലനിൽപ്പില്ല. കാരണം പൂർണ്ണമായിട്ടും ഒരു അടിച്ചൊതുക്കി ടണലുകളിൽ പോലുമുള്ള ഇവന്മാരുടെ എല്ലാ നേതാക്കന്മാരെയും പച്ചക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പരിപാടി തീർക്കുകയാണ് ഇസ്രയേൽ. ഒരു തർക്കവുമില്ല. ആ രീതിയിൽ വലിയ രീതിയിൽ തന്നെ ഈ ഹമാസിന്റെ പ്രവർത്തനത്തെ മുച്ചൂട് മുടിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഇവരെ ആരെയാണ് ഇവിടെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ആരുടെ മുന്നിൽ ഇവിടെ എന്ത് മതേതരത്വ മൂല്യമാണ് ഉമാരിന് മുന്നോട്ട് വെക്കാം? ഇവർക്ക് മതേതരത്വമല്ല ഇവർക്കുള്ളത് വർഗീയ ഭ്രാന്ത് മാത്രമാണ്. ഈ വർഗീയ ഭ്രാന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹമാസിനെ വലിയ തരത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉമാർ മുന്നോട്ട് പോകും. ഇപ്പൊ ഉക്രൈനും റഷ്യയും യുദ്ധം നടക്കുന്നുണ്ടല്ലോ. യുക്രൈൻ ഇതുപോലെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ട് ഇവിടെ ഏതെങ്കിലും അല്ലെങ്കിൽ സപ്പോർട്ടോട് കൂടി ഏതെങ്കിലും ഒരു പരിപാടി നടത്താൻ ഇവന്മാർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഇവർക്ക് നടത്താൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഇവിടെയുള്ള ജിഹാദി ഗ്രൂപ്പുകളുടെ ഏകീകരണ സ്വഭാവത്തോടു കൂടി നിരന്തരമായിട്ട് പാലസ്തീന്റെയും ഹമാസിന്റെയും പേര് പറഞ്ഞ് ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക. ഇത് നോക്കുകുത്തിയായിട്ടിരിക്കാൻ ഇവിടുത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു പുണ്ണാക്കും ഇങ്ങനെ കൊണ്ടുകൂടെ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി. കാരണം ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടക്കുമ്പോൾ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ അതിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ട് ഇവിടെ ചത്ത് മണ്ണടിഞ്ഞ ആളുകൾക്ക് വേണ്ടി ഇവിടെ രക്തസാക്ഷിത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അതും ഈ വലിയ രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് വലിയ സ്വാധീനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇതുപോലെയുള്ള സംഘടനകൾ ഇങ്ങനെ പരിപാടി നടത്തുന്ന സമയത്ത് നോക്കുകുത്തിയായി അതിനെതിരെ പ്രതികരിക്കാതെ ശബ്ദിക്കാതെ ഇതേ നിലപാട് അവർക്ക് എന്താണോ ഉള്ള നിലപാട് ആ നിലപാട് തന്നെ ഞങ്ങൾക്കും ഹമാസിനോടുള്ളൂ എന്നുള്ള രീതിയിൽ ഹമാസിനെ ഒരു പോരാട്ട സംഘടനയായിട്ട് കാണുക എന്നുള്ള നിലപാട് മാത്രമാണ് ഇവിടെ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് കാണുന്ന സമയത്ത് ഇതിനൊരു പരസ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ വരുന്ന ഒരു വിഷയം മാത്രമായിട്ട് കാണുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതൊരു ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണെന്നും ആ തീവ്രവാദ സംഘടനയെ അനുകൂലിക്കുന്ന ഇവിടുത്തെ ഹമാസ് പ്രേമികളുടെ മനോഭാവവും അതേ മനോഭാവവും തന്നെയാണ്. അവരാണ് നമ്മുടെ നാടിനെ കത്തിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ മതേതരത്വത്തെയും ജനാധിപത്യ മൂല്യത്തെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള നടപടികൾ എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ തരത്തിലുള്ള വർഗീയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ സർക്കാർ ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ലൈസൻസ് കേരളത്തിൽ കൊടുത്തിരിക്കുകയാണ്.